നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ ഒരു മത്സ്യത്തൊഴിലാളി കോളനിയിലാണ്. സാധാരണ നമ്മൾ മത്സ്യത്തൊഴിലാളികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും വളരെ ദയനീയമാണ്. പക്ഷേ ഇപ്പോൾ ഈ സമീപകാലത്തുണ്ടായ വലിയ മാറ്റം ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നല്ല വീടുകൾ വന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നല്ല വീടുകൾ, അവർക്ക് ഏറ്റവും സുരക്ഷിതമായ ജീവിതം, അവരുടെ ജീവിത സാഹചര്യം പലപ്പോഴും വളരെ ദയനീയമായ അത് മാറി ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ജീവിത സാഹചര്യം ഒരുക്കുന്നു. അപ്പോൾ സർക്കാരിന്റെ ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നമുക്ക് അവരോട് തെരഞ്ഞെടുപ്പ് വിശേഷം എന്താണ് അവർക്ക് പറയാനുള്ളത് നോക്കാം. ഇവിടെ രണ്ടുപേര് സംസാരത്തിലാണ്. ഞാൻ ജോലിയൊന്നുമില്ല. മുമ്പേ മീൻ കച്ചവടമൊക്കെ ഉണക്കൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, വീട്ടിൽ ഇരിക്കുവാണ്. മക്കള് തരുന്നതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗവൺമെന്റിന്റെ പെൻഷനുണ്ട്. കിട്ടി. സന്തോഷമായി. രണ്ടാളും കൂടെ എന്താ കൊച്ചുവർത്താനം പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ സംസാര വിഷയം? അടുത്തടുത്തുള്ള വീടല്ലേ, ഞങ്ങൾ വന്നിരിക്കാം. എല്ലാ ദിവസവും ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കും. എന്തൊക്കെയാണ് പറയുന്നത്? ഞങ്ങളുടെ ഇലക്ഷന്റെ കാര്യങ്ങളും ഇപ്പൊ പറയുന്നത്, മുകേഷിന്റെ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും, മുകേഷ് ചേട്ടൻ ഇവിടെ എല്ലാം ചെയ്ത ഓരോ കാര്യങ്ങളും എല്ലാ മനുഷ്യർക്കും ഇപ്പൊ ഓർമ്മയുണ്ട്. അമ്മ, നിങ്ങളുടെ MLA ഇപ്പോ MP ആവാൻ വേണ്ടി മത്സരിക്കാൻ പോവാണല്ലോ, എങ്ങനെയാണ് ഒരു പ്രതീക്ഷയൊക്കെ? MP ആയിട്ട് വരട്ട്, വന്ന് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കേന്ദ്രത്തിൽ പോയി പറഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം മേടിച്ചു തരുമെന്ന് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. ഈ നിലവിലുള്ള MP അതൊന്നും പറഞ്ഞില്ലേ? പോയിട്ട് എവിടെ, അവൻ കാപ്പ് കുടിക്കാനും തിന്നാനും പോയി, അല്ലാതെ ഞങ്ങളുടെ കാര്യങ്ങൾ ഒന്നുപോലും പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് വിഹിതം കിട്ടുന്ന പെൻഷൻ മുടക്കിയിട്ടിരിക്കുന്നു. അതുപോലെ ഇവിടെ ഇഷ്യൂ ചെയ്യാനുള്ള എല്ലാം അവൻ കാശ് കൊടുക്കാതെ ഇവരെ ഇട്ട് കഷ്ടപ്പെടുത്തുക. ഇനിയുള്ള കിളവികൾക്കായാലും ചെറുപ്പക്കാർക്കായാലും TV കാണുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇനി ആരും ഒന്നും പറയണ്ട. മുകേഷ് ഇവിടെ നല്ല ഓട്ടോ വാങ്ങിച്ച് 1ാം പ്രതിയായിട്ട് ജയിക്കും.